കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നിങ്ങൾ ഈ NH-ൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഒറ്റ സിറ്റിയായി മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, കേരളത്തിൻ്റെ പാതയോരങ്ങൾ മുഴുവൻ കടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ കടകളാണ്? നിങ്ങൾ ഈ പറഞ്ഞത് കേരളത്തെ എങ്ങനെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്, എങ്ങനെയാണ് ഇന്ത്യ കണ്ടിരുന്നത് ഈ പറയുന്ന കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ്. കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും മഹാരാഷ്ട്രയും ഇന്ത്യയുടെ ഡൽഹിയും പഞ്ചാബും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് മലയാളികൾ വാങ്ങുക എന്നുള്ള ശൈലിയിലേക്കായിരുന്നു കണക്കാക്കിയിരുന്നത്. അതെങ്ങനെ അത് എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റായി മാറി. അതായിരുന്നു നമ്മൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ കണ്ടുകൊണ്ടിരുന്നത്. സ്പോർട്സിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കേരളത്തിൽ എത്ര ജിമ്മുകൾ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ടർഫുകൾ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ടർഫുകളും ഈ ജിമ്മുകളും ഒക്കെ വന്നത് സ്പോർട്സിലുള്ള മാറ്റമാണേ. അതൊക്കെ പുതിയ വ്യവസായങ്ങളാണ്, പുതിയ ഇനിഷ്യേറ്റീവാണ്, പുതിയ സ്റ്റാർട്ടപ്പുകളാണ്. എല്ലാ ജില്ലകളിലും എല്ലാ സിറ്റികളിലും ഇന്നും 100, 150, 200 ജിമ്മുകളാണ്. അത് സ്പോർട്സിന് വലിയ മാറ്റങ്ങൾ എന്താണ്? ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട KCCL പിന്നെ എത്ര ഫുട്ബോൾ ടീമുകളാണ് കേരളത്തിൽ വന്നത്? ഓരോ ജില്ലയ്ക്കും ഓരോ ഫുട്ബോൾ ടീമുകൾ വന്നു. എത്ര കളികളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ചിന്താഗതി പ്രകാരം കേരളത്തിൽ വികസനമേ നടന്നിട്ടില്ല അങ്ങ് തീരുമാനിക്കുകയാണ്. അതാണ് നമ്മുടെ ശൈലി. ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് സെക്കൻഡ് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. ശരി, പ്ലാനുകൾ ഉണ്ടാക്കണം. ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാളും കൂടുതൽ വലിയ പ്ലാനുകൾ കോൺഗ്രസിന് പറയാൻ പറ്റണം. ആ പറയുന്ന ഒരു പ്ലാനുകളും കോൺഗ്രസ് പറയുന്നില്ലല്ലോ. എതിരാണ് പറയുന്നത്. വ്യവസായം വരുന്നതിനെ എതിര് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുക? കാസർഗോഡ് വഴി തിരുവനന്തപുരം വരെ എങ്ങനെ NH വന്നു? NH വന്നു പറഞ്ഞാൽ നാഷണൽ ഹൈവേ വന്നതിന് കാരണം 6300 കോടി രൂപ കൊടുത്ത് സർക്കാർ സ്ഥലം എടുത്ത് കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് നാഷണൽ ഹൈവേ വരുമോ? അത് വന്നതിന് കാരണം എന്താണ്? ഈ സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവ് അല്ലേ? ആ പറയുന്ന ശൈലികളിലേക്ക് ഈ പറഞ്ഞ സംസ്ഥാനം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു നാഷണൽ ഒരു സിറ്റിയായി കേരളം മാറും. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് കാണുക? രണ്ട് സൈഡിലും കളകള തിങ്ങി നിറഞ്ഞിട്ടാണ്. ഒരു കടയുടെ ഇടയ്ക്കൊരു ഗ്യാപ്പില്ല. നിങ്ങൾ എറണാകുളം ഇപ്പോൾ കളമശ്ശേരി തുടങ്ങിയിട്ട് നിങ്ങൾ തൃശ്ശൂർ വരെ പോകും. എത്ര സ്ഥലത്ത് ഒഴിവുണ്ട് കടകളില്ലാതെ? ഇവിടുന്ന് എത്ര സ്ഥലത്ത് അങ്കമാലി വരെ പോകുന്നിടത്ത് ഒരു സ്ഥലമുണ്ടോ? ഇങ്ങനൊരു സിറ്റി ഉണ്ടോ? സൗദി അറേബ്യയിൽ 176 കിലോമീറ്റർ നീരിൽ സർക്കാർ സിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒറ്റ സിറ്റിയായി ഈസിയായി മാറ്റാൻ പറ്റും. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എന്താണ് എല്ലാ കടകൾക്കും പുതിയ ലൈസൻസ് വരും എന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ഒരു കട ഇപ്പം ഞാൻ 50 ലക്ഷം രൂപ ചിലവാക്കി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കട 1 കോടി രൂപയിലേക്ക് മാറുമ്പോൾ അതൊരു പുതിയ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ വന്നാൽ 100 കോടി രൂപ വരെ ടേൺ ഓവറുള്ള കമ്പനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കണ്ട കേന്ദ്രത്തിൽ. നമ്മൾ പറയുന്നത് പോലെ ചെറിയ കാര്യമല്ല. ഈ കാരണം എന്തുകൊണ്ട് ഈ കമ്പനികളെല്ലാം സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 100 കോടി വരെ ടേൺ ഓവർ ടാക്സ് ഇല്ല, 5 വർഷത്തേക്ക് ടാക്സ് ഇല്ല, ഫ്രീ ടാക്സ് ആണ്. അവിടെ കിട്ടുന്ന വരുമാനം മുഴുവൻ സ്വന്തമായിട്ട് എടുക്കാം, സ്വന്തമായിട്ട് യൂസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഈ സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ സ്റ്റാർട്ടപ്പുകളെ മുഴുവൻ നമ്മൾ ഇല്ല എന്ന് പറയുകയും നമ്മൾ ഇതിൻ്റെ ശൈലി ഇല്ല എന്ന് പറയുകയും ഇത് മുഴുവൻ UDF ഭരണത്തിൽ നിന്ന് പോയിട്ട് 8 കൊല്ലമായി. കഴിഞ്ഞ 8 കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ആ കാലയളവിലൊന്നും ഈ പറഞ്ഞ സംവിധാനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഞാൻ പറഞ്ഞില്ല, ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി വെച്ചത് എവിടെയാണ്? ഹോം സ്റ്റേകൾക്കാണ്. കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ എണ്ണം അറിയോ നിങ്ങൾക്ക്? മുഴുവൻ UK-ലും US-ലും കാനഡയിലും പോയിട്ടുള്ളത്, ദുബായിലും പോയി. ഈ വീടുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുക. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ച മന്ത്രി നല്ല മന്ത്രിയല്ലേ? അത് ടൂറിസത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ തീരുമാനിച്ച മന്ത്രി നല്ലതല്ലേ? നിങ്ങൾ വയനാട് ടൂറിസം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇടുക്കി ടൂറിസം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആലപ്പുഴ ടൂറിസം കേൾക്കുന്നുണ്ടല്ലോ. ഈ ജില്ലകളിൽ മുഴുവൻ ടൂറിസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ഏത് രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തിയത്? നിങ്ങൾ എല്ലാ കാര്യം ഈ വനം വകുപ്പിൻ്റെ സംവിധാനം ഒഴിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ ഇപ്പം ഈ P. രാജീവ് മന്ത്രി എന്ന് പറയുന്നു. ഞാൻ അടുത്ത കാലത്ത് ഇന്ന് മിഡ് അഡ്ജസ്റ്റിൽ കയറുന്ന മുമ്പ് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ പ്രോഗ്രാമുകൾ ഈ പറഞ്ഞ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ആളെ ആകർഷിക്കാൻ വേണ്ടി നിരവധി പ്രോഗ്രാമുകളാണ് ഈ പറയുന്ന വ്യവസായ വകുപ്പ് ചെയ്തിട്ടുള്ളത്. കേരളത്തിനും പുറത്തും ഇന്ത്യക്ക് വെളിയിലും UK-ലും US-ലൊക്കെ പോയിട്ട് പരിപാടികൾ നടത്തി. നമ്മളെപ്പോഴും പറയുന്നല്ലോ എന്താണ് അമേരിക്കയിൽ പോയി പിണറായി വിജയൻ മറ്റേ സ്റ്റീൽ കസേരയിലിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയില്ലേ? അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് വരാൻ പോകുന്നുള്ളൂ. ഒറ്റ പ്രശ്നം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കേരളത്തെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് പുറത്തേക്ക് തെറിപ്പിക്കാൻ ഒറ്റ പ്രശ്നമേ കാര്യമുള്ളൂ, ഫ്ലൈറ്റിൻ്റെ കണക്ടിവിറ്റി. ഈ ഒരു പ്രശ്നം തീർന്നാൽ കേരളത്തിൻ്റെ വ്യവസായ സമ്മർദ്ദം കുതിക്കും. കാരണം എന്താ പറയുക, കേരളത്തിലേക്ക് കറക്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല. നിങ്ങൾക്ക് US നിന്ന് ഡയറക്റ്റ് ഇല്ല, UK നിന്നില്ല, കാനഡയിൽ നിന്നില്ല, GCC കൺട്രിയിൽ നിന്നില്ല, അല്ല മറ്റുള്ള രാജ്യങ്ങൾ ഈ 169 രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്ത് പോലും ഡയറക്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല. എല്ലാം ബാംഗ്ലൂരിലേക്കും ബോംബെയിലേക്കും ഡൽഹിയിലേക്കുമാണ്.
ഡയറക്റ്റ് കേരളത്തിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി വരുന്നതാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വികസനം വരും. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഈ വികസനം ഈ സംവിധാനങ്ങളും കണ്ടത് പരമാർത്ഥമാണെങ്കിൽ മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, കിഫ്ബിയിൽ നിന്നൊരു 10,000 കോടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും പറയും എന്ത്, നമുക്ക് സ്വന്തമായിട്ട് കൊച്ചി എയർപോർട്ട് ഉണ്ട്. സിയാലുള്ളതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ്? സിയാലുള്ളതുകൊണ്ട് ഒരാളുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ട് എത്ര വലിയ വികസനം നടത്താൻ പറ്റും. നമ്മൾ സിയാലിൻ്റെ ചുറ്റും നിങ്ങൾ പോയി നോക്കിക്കുക, എത്ര ഹോട്ടലുകളാണ്, എത്ര വലിയ ഫെസിലിറ്റികളാണ് സിയാലിനോട് ചുറ്റുമുള്ളത്. ഇതുപോലെ സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ, ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ വ്യവസായം കുതിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശശി തരൂർ നിലപാട് സർക്കാർ നിലപാടിനെ പോലെ ഒപ്പമല്ല, ഈ പറയുന്ന സർക്കാർ വസ്തുതകൾക്കൊപ്പമാണ് നിന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ വസ്തുത കോൺഗ്രസ് തിരിച്ചറിയുകയും കോൺഗ്രസ് അതിനെ എങ്ങനെ കവറപ്പ് ചെയ്യാം, കുറ്റം പറഞ്ഞതുകൊണ്ട് കവറപ്പ് ചെയ്യാം എന്ന് കോൺഗ്രസ് വിചാരിച്ചത് പരമാർത്ഥമാണ്. അത് കനകോലുവിന് മനസ്സിലായി, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്.